When Odi praised and mocked the competitors at the same time. വെൻസും ഇതെല്ലാം എല്ലാം ഇൻ വൺ കാർന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ഒരെണ്ണത്തിനകത്ത് വരുന്നത്. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഒഫീഷ്യൽ ആഡുകളാണോ? ഒഫീഷ്യൽ ആഡ്സിൽ വേറെ ബ്രാൻഡ് ലോഗോയെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ലല്ലോ ആക്ച്വലി. ഇതൊക്കെ ഒഫീഷ്യൽ ആഡുകളായിരിക്കും, ഇതൊക്കെ ഫാൻ മെയ്ഡും അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കുമല്ലേ? ഒഫീഷ്യൽ ആഡ്സിനകത്ത് ഒരിക്കലും വേറൊരു ബ്രാൻഡിന്റെ ലോഗോ കാണിക്കാൻ പാടില്ലെന്നല്ലേ? അങ്ങനല്ലേ ഇപ്പൊ റൂൾ? അങ്ങനല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. വേറൊരു ബ്രാൻഡിനെ നമുക്ക് ഡയറക്റ്റ് കോമ്പറ്റീറ്ററിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റൂലല്ലോ. ഇല്ല, പറ്റില്ല. ഓ, പേരെന്താണ്? നിന്റെ പേരെന്തായിരുന്നു? രഘുൽ വി എം. റിയൽ ലൈഫ് ഗെയിം. Get it how you live it. 10 toes in when we standing on business. I'm a big stepper. Underground methods. Spend more time outside, they said. അവിടെയും പോയി ഗെയിം കളിക്കുന്നത് മനസ്സിലായ? ഇവൻ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നോണ്ടായിരിക്കും പറഞ്ഞത് കുറച്ച് സമയം വെളിയിൽ സ്പെൻഡ് ചെയ്യാൻ. അവൻ എന്ത് ചെയ്ത് ഗെയിം കളിക്കുന്ന സാധനം എല്ലാം കൂടെ എടുത്ത് വെയിലത്തിരുന്ന് അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി. അതങ്ങനെ ഒരുത്തൻ സാധനം കൊള്ളാൻ ഐഡിയ. എടാ ഇത് തോന്നുന്നത് ഇത് കണ്ട്, ഇത് മറ്റേ കോയില അതിന് കണക്ട് ചെയ്തിട്ടുണ്ടോ? അത് വണ്ടി പോകുന്ന വഴി അത് വലിച്ചോണ്ടായിരിക്കും പോണം, അതിനകത്തൂടെ ആയിരിക്കും അതിന്റെ കണക്ഷൻസ്. ഹീമാൻ ഒഴിച്ച് ബാക്കി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഹീമാൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറൊന്നും കണ്ടിട്ടില്ല. അണ്ണാ സയൻസ് ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഇത് നമ്മൾ കണ്ടതാടാ. ഏറ്റവും കൂടുതൽ IMDb റേറ്റിംഗ് മലയാള പടം അറിയില്ലല്ലോ. IMDbയില് ടോപ്പ് 10 മലയാളം സിനിമയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളതിൽ 7 എണ്ണം മോഡലായിരുന്നു. ടോപ്പ് 10 ഏതൊക്കെയാണ്? കിരീടം, നാടോടിക്കാറ്റ്, മണിച്ചിത്രത്താഴ്, ദേവാസുരം, ദൃശ്യം, സ്ഫടികം, ചിത്രം. ഇത് ഇത്രയും മസ്റ്റ് വാച്ച് സിനിമകളാണ് കേട്ടാ. കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണണം കേട്ടാ. ഈ പറഞ്ഞ 7 പടം കാണാത്തവർ ഇവിടെ ഉണ്ടാവുമോ? എനിക്ക് തോന്നണില്ലടാ. ഉണ്ടാവുമോ? ഈ പറഞ്ഞ 7 പടം കാണാത്ത ആൾക്കാരുണ്ടാവുമോ ഇവിടെ ഈ ചാറ്റില്? കിരീടം, നാടോടിക്കാറ്റ്, മണിച്ചിത്രത്താഴ്, ദേവാസുരം, ദൃശ്യം, സ്ഫടികം, ചിത്രം. ഇത് കാണാത്തവരുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഉണ്ടാവുമെന്ന്. രഘുല് കണ്ടിട്ടില്ല. രഘുല് കണ്ടിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാ. കിരീടം കണ്ടിട്ടുണ്ടോടാ? നാടോടിക്കാറ്റ്, മണിച്ചിത്രത്താഴ്, ദേവാസുരം, ദൃശ്യം, കണ്ടിട്ടുണ്ട്. സ്ഫടികം, ചിത്രം. 2 മൂവി കണ്ടിട്ടുണ്ട്. ചിത്രം അറിയുന്നില്ല, കറക്റ്റായിട്ട് മറന്നുപോയി. ചിത്രം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോടാ. അയ്യോ, എന്നെ അമ്മാവെന്നോ തന്ത വൈബെന്നോ തന്ത ഹട്ടി വൈബെന്നോ എന്ത് വേണേ വിളിച്ചോ. ചിത്രമൊക്കെ എന്ന് പറഞ്ഞാൽ അളിയാ, ഞാൻ ഇപ്പൊ കണ്ടാലും ആ പടം കണ്ടാലും ഞാൻ കരയും. ചിത്രം കണ്ട ഞാൻ ഉറപ്പ് പറയാം. ചിത്രം തുടക്കം തൊട്ട് ഇപ്പൊ അവസാനം വരെ ഇരുന്ന് കാണാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇതിനകത്ത് പ്ലേ ചെയ്യാൻ കിക്ക് സമ്മതിച്ചാൽ ഞാൻ ചിത്രം ഇവിടെ ഇരുന്ന് കാണും. ഞാൻ സ്ഫടികം കണ്ടിട്ടില്ല. കരയുന്ന മൂവിയൊക്കെ കളിയാ കുറച്ച് സീനാണ്. സ്ഫടികം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞവനെ നീ എന്റെ ലൈവും കാണണ്ട. എന്നെ ഇവിടെ നടക്കും ഇപ്പൊ ഈ അലച്ചതിന്റെ എന്നെ ഇവിടെ നടക്കും. അറബി കൊണ്ടുവരല്ലേ? ഭയങ്കര
ഇത് നമ്മള് കഷ്ടം. ഏതാ സിംഗല്ലേ നമ്മൾ നേരത്തെ കണ്ടോളാ. ദിസ് ഗെയിം ഈസ് ബാൻഡ് ഇൻ 8 countries. അളിയാ മറ്റേ ഗെയിം നമ്മള് കളിച്ച ഗെയിമാണോ ഈകള ഇത്? ഈ കുണ്ണേര് ഞാനിരുന്ന് കളിച്ചത്. ആ ഇതാണ് ആ ഇതന്നെ അളിയാ, ഇതന്നെ നമ്മള് കളിച്ചത്. അല്ലെ സൗണ്ട് സൗണ്ട് ആണ് പേടിപ്പിക്കുന്നേ. ഇന്നിയർ അയ്യ മാറ്റണോടാ. എനിക്ക് അയ്യ മാറ്റണം, അല്ലാതെ എന്റെ ചെവി അടിച്ചു പോടാ. എന്റെ ഈ അയ്യ മാറ്റണം. ഇതല്ല ഇത് തന്നെയാണ്. ഈ ഗെയിം എനിക്ക് തോന്നുന്നു ഇതിന്റെ തുടക്കത്തെ വർഷമാണ് നമ്മള് അറ്റാക്ക് വന്ന്. സത്യം ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. വാട്ടർ വെൻഡർ ആ സ്ട്രീമറിന്റെ ഫേസ് ഉണ്ട് അളിയാ. അളിയ ഇത് ഞാൻ പറയട്ടെ, കാണുന്നവർക്ക് ലൈക്ക് ലൈവായിട്ട് കാണുന്നവർക്ക് ചിലപ്പോ ആ ഒരു ഫീല് കിട്ടത്തില്ല. നമ്മുടെ ഈ കൺട്രോൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ഭയങ്കര ശ്രദ്ധിച്ചിരിക്കും. ഈ ജംസ്കെയർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അയ്യം ഉള്ളവർക്ക് നന്നായിട്ട് അത് മനസ്സിലാവും. അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും നമ്മളെ. അത് ഭയങ്കര സീനാ. ചിലപ്പോ ആണെന്നൊരു ആക്ട് ചെയ്യണായിരിക്കും നമ്മള്, പക്ഷെ അല്ലത്. അത് ഭയങ്കര സീനാ. അത് എനിക്ക് പറ്റില്ല ഇത് കളിച്ചു തീർക്കാൻ. എനിക്ക് പേടിയായി. മൈക്ക് പിടിച്ച് കരയുന്ന dude, I don't want it, man. Holy fuck. That's like creepy. വേണ്ട, പുല്ല് കാണണ്ട, എനിക്ക് പേടിയാവണം. ChatGPT മലയാളം version. When ChatGPT is another drunken Mallu uncle. For this conversation, you will talk to me in Malayalam as humanly as possible, and you will be a drunk person. Now start talking. സുഹൃത്തെ, ദാനായി ഓടി നടക്കുന്നുണ്ടോ? എനിക്ക് ചിലപ്പോഴെല്ലാം തോന്നും ജീവിതം ഒന്നും മണ്ടത്തരം തന്നെയാ. എന്നാൽ എല്ലാം ശരിയാക്കുന്നല്ലേ. പിന്നെ താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ ഡ്രങ്ക് ആവാൻ പറ്റി? ഒരു ചെറിയ കൗതുകം, അത്ര തന്നെ. അതെ, അത് തന്നെയാ. ചിലപ്പോഴൊക്കെ കുറച്ച് കൂടിയാലോ എന്താ എന്നൊരു തോന്നല്. പക്ഷേ ഒരുപാട് പേരും പറയാറുണ്ടല്ലോ ചിലപ്പോഴൊക്കെ അതും വേണം എന്ന്. എന്ത് വേണമെന്ന്? നീ വേദനിപ്പിക്കരുതേ, ഞാനൊരു മെഷീനല്ലേ, തോന്നി മറുപടി പറയുന്നത്. നീ ഫിറ്റാണോ? ശരിക്കും ChatGPT വെള്ളം അടിച്ചതുപോലെ അഭിനയിക്കടാ. ആ മര്യാദ വെച്ച് ഞാൻ സത്യമായിട്ടും ഫീൽ ചെയ്യാനാവില്ല. പിന്നെ എന്തെല്ലാം ഉള്ളു മുസാറി. ഇത് ഐഫോൺ 6 ആണോ? ഇത് 7s. അതെ, ഇത് ഫേക്ക് ആണോ അതോ ChatGPT മലയാളം വരുവോ? ലാംഗ്വേജ് ഉണ്ടോ ChatGPT? ഇത് കഞ്ചാവാണ്, സത്യം കൺഫേം കഞ്ചാവ്. അത് വെള്ളം അടിച്ചതൊന്നുമല്ല. 7+ ആണ് അത്. 7+. ഫീമെയിൽ വെർഷൻ ഉണ്ടോന്ന്. പാവോടാ, അവന്റെ പേരെന്തോ നോക്കട്ടെ. HT1901. ഒരു പെണ്ണിനോട് ChatGPT-ലെങ്കിലും സംസാരിക്കാം. ഫീമെയിൽ വോയിസ് ചോദിച്ചു നോക്കണം, ചിലപ്പോ തരുവാടാ. പാവോടാ. Palmer, Bellingham, Saka, Tony, Trent. Pressure? What pressure? Pressure is for players. It's a huge action. They don't feel it. How confident were they? They had the belief. എറിയാനും അടിക്കാനും വർത്താനും എല്ലാം പിള്ളേരുണ്ട്. This dubbed songs give more romantic vibe. സത്യല്ലേ? പഴയ ഡബ്ബിടൊക്കെ കുറച്ച് അടിപൊളിയാണല്ലോ. ഇപ്പോഴത്തെ ഡബ്ബാ സഹിക്കാൻ വയ്യാത്തത്. ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്നിട്ട് ഇപ്പോഴത്തെ ഡബ്ബാണ് സഹിക്കാൻ പറ്റാത്തത്. പഴയ ഡബ്ബ് ഇതിലും നല്ലതാണ്.
മരമൈന പെണ്ണിനെ വളയ്ക്കാനും വാ. ഈ മറിമാൻ കണ്ണിയെ വെറുക്കാനും നിന്നെ പൊന്നേ എന്നു വിളിച്ചൊരു നൂറുമ്മ നീ അകന്നു പോയാൽ വൃഥായി ജന്മം. നല്ല പാട്ടല്ലേ രഘുലേ അത്? സൂപ്പർ പിടിക്കാൻ പറ്റില്ല. അത് നിക്കണില്ലടാ, അത് ഫോണ്. ലെറ്റർ ഉണ്ടാവില്ലേ അതില്? ഏ അതിൽ ആക്സിലേറ്റർ ഉണ്ടാവില്ലേ? അത് മറ്റേ എടാ നവനീത് ബിജു, നീ ഇത് എത്രാമത്തെ വട്ടം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നേ? ഒരു വട്ടം കണ്ടു, ഒരു വട്ടം സ്കിപ്പ് അടിച്ചു, പിന്നെ ഒരു വട്ടം ഞാൻ മൈൻഡ് ചെയ്തില്ല, പിന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കണ അവന്റെ. അറിയാ ഇതൊന്ന് മേളിലുള്ളത് ഇതൊന്ന് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നല്ലേ. നോക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് സൗത്ത് കൊറിയയിലെ ഒരു ആവറേജ് പോലീസ് ഓഫീസറുടെ ബോഡി. ഇവർ ഇത്രയും ഫിറ്റ് ആയിരിക്കാൻ കാരണം മറ്റൊന്നുമില്ല, ഇവർക്കറിയാം നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ബോഡി മസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് കുറഞ്ഞ ഒരു രാജ്യമായി സൗത്ത് കൊറിയ മാറിയത്. സൂപ്പർ ആയിട്ടിരിക്കുന്നളിയാ അല്ലേ? ഇവിടെ ഉള്ള പോലീസ് അവിടെ ഉള്ള പോലീസെ കമ്പയർ നോക്കി, ഇവിടെ ഉള്ള പോലീസ് നിന്ന ഫാമിലി ബാക്ക്. ഇവിടുത്തെ പോലീസുകാരിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്, വളരെ. ഗേൾസ് അല്ലല്ലേ എന്നോ? അതാണ് അത്. ഇവിടെ 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 ഒരുത്തൻ ഫ്രണ്ടിൽ ഈ പ്രിവ്യൂ കണ്ടപ്പോ ബാക്കിലോട്ട് എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചാണ് ഇത് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞത് കേട്ടാ. ആര്? നീ ഞാൻ പിടിച്ചല്ലേ. റിയലിസ്റ്റിക് CS2 പോയി പോയി എന്റെ അളിയ, ഇത് റിയലിസ്റ്റിക് ആണ്? ഇത് ഫീൽ ചെയ്യാനാണോ ഉള്ള പീസ് തല്ലി പൊട്ടിക്കാന്? ബുദ്ധിയുള്ള ആരും ചെയ്യും ഇതൊക്കെ? ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാ ബ്രോ. വാട്ട്? ഓ, ലെഫ്റ്റ് ഹാൻഡ് കാണുമ്പോ തന്നെ എനിക്ക് എന്തോ പോലെ. ലെഫ്റ്റ് ഹാൻഡിലെ എയിം വേറെ. എടാ പോടാ അവിടുന്ന്. ഓരോരുത്തരുടെ എടാ വെറും തോന്നല രഘുലെ, വെറും തോന്നല. ഞാൻ ഒരു കാര്യം പറയാൻ നിന്റെ അടുത്ത്, ചില ആൾക്കാരുടെ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ആവണം, അവർക്ക് ഇത് ഭയങ്കര നോർമലൈസ്ഡ് ആയിരിക്കും. എനിക്ക് ഈ സാധനം കാണുമ്പോൾ ഭയങ്കര വിയേർഡ് ആയിട്ടാ തോന്നണം സത്യം പറഞ്ഞാൽ. അത് എല്ലാവർക്കും. അല്ലാതെ ലെഫ്റ്റ് ഇട്ടാ എയിം കൂടും എന്നൊക്കെ പറഞ്ഞാൽ വെറും മണ്ടത്തരാ. അത് ഓരോരുത്തർക്ക് ഓരോ. ഇതിനകത്ത് മറ്റേ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാ? പല കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് വരാൻ വേണ്ടി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്, കംഫർട്ടബിൾ സോൺ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ആംഗിൾ. അല്ലാതെ ലെഫ്റ്റ് ആംഗിൾ എയിം കൂടുതലൊന്നുമില്ല. നിനക്ക് എയിം ഉണ്ടെങ്കിൽ നിനക്ക് ഇതാ നിന്റെ ലെഫ്റ്റ് ഇട്ടാലും റൈറ്റ് ഇട്ടാലും കൊള്ളും. അല്ലാതെ ലെഫ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് എയിം ആക്യുറസി കൂടുമെന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ് സത്യം പറയാതെ. അത് പിങ് ഡിലേ ആണടാ, പിങ് ഡിലേ ആണ്. അത് പിങ്, അത് അവന്റെ ഡിലേ പിങ് എന്തോ ആണ്. അത് അടിച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അതാ പറഞ്ഞത്. ആനിമേഷൻ ഡിലേ ആണ്. അത് ആനിമേഷൻ ഡിലേ ആണത്. ആനിമേഷൻ വന്നതിന്റെ ഡിലേ ആണ്. അണ്ണു ലെഫ്റ്റ് ഹാൻഡ്. ജോക്കി കളിക്കും, ലെഫ്റ്റ് ഹാൻഡ് കളിക്കും ജോക്കി. കംപ്ലീറ്റ് ആണ്. ഇഫ് യു സ്റ്റോപ്ഡ് പ്ലേയിങ് RDR at chapter 1, consider yourself an op. എടാ നീ ഇന്നലെ എന്നെ സിൽക്കിനെ പിടിക്കാൻ ഓർമ്മിപ്പിച്ചോ? ഞാൻ പറഞ്ഞല്ല. ഇല്ല 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 ഇല്ല. കാലത്ത് 6 മണിക്ക്. 6 മണിക്കോ? നീ ഒന്ന് പ്രോമിസ് ചെയ്ത് പറഞ്ഞേ കേക്കട്ടെ, എന്നെ ഓർമ്മിപ്പിച്ചോന്ന്. ചുമ്മാളിയാ കണ്ട കള്ള. നൈഫ് കില്ലാണ് അതെന്നോ? നൈഫ് കില്ല? അതെങ്ങനെ? തിരിച്ചിട്. നൈഫ് കില്ലോ? ഒരു മിനിറ്റ്. ജെറ്റ് ചത്ത് കിടക്കുന്ന. ജെറ്റ് ചത്ത് കിടക്കുന്നു. അറിയാതെ കുത്തിയളിയാ, മനസ്സിലായ? എടാ ഡാഷ് ചെയ്ത വന്ന ജെറ്റ് ചത്തുപോയതാ.
അത് തന്നെ അളിയാര് വാടി കിടക്കുന്ന കണ്ട. അത് ഞാൻ ഇപ്പഴേ ശ്രദ്ധിക്കണ കേട്ടാ. ഇല്ല, എനിക്കൊരു ഡൗട്ട് ഈകളെ, ഈ ആ അനിമേഷനിലാണോ ചത്ത, ഇല്ലെങ്കിൽ അവൻ കുത്തിയതാണോ? ഒരിക്കൽ നോക്ക് ബാക്കില്. ആ ആനിമേഷനിൽ എങ്ങനെ ചാവണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. അത് നോക്കിക്കോണേ. ആ കുത്തി 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 റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോ അവൻ ചത്തുപോയി. എടാ ഞാൻ ഇത് തുടങ്ങാം. എടാ ഞാൻ തുടങ്ങാൻ പോണേട്ടോ. നാളെ തൊട്ട് RDR അറിയാക്കൂലേ? ഓ ശരി ശരി. RDR തുടങ്ങാൻ പോണേ. നാളെ മിനിമം 3 മണിക്കൂർ RDR. നാളെ തൊട്ട് 3 മണിക്കൂർ, 4 മണിക്കൂർ ഇട്ടാലോ? 3 മണിക്കൂർ മതി. 3 മണിക്കൂർ RDR. ഇതിന് തെറ്റിച്ച നീ ഊമ്പൻ, ആര് ഈകള? നീ രഘുല്. നാളെ തൊട്ട് നമ്മൾ തുടങ്ങുക. നാളെ തൊട്ട് തുടങ്ങുക. ഇന്ന് സിൽക്കിനെ ഞാൻ പിടിച്ച് വെച്ചിരിക്കും, ഉറപ്പാണ്. നാളെ തൊട്ട് തുടങ്ങുക. ഇനി ഒരു മാറ്റം ഉണ്ടാവൂല എന്നുള്ളത് പ്രോമിസ്. RP തുടങ്ങി. RP കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യണത്. അത് അങ്ങനെ. अन्ना और पुदिये माउस इरंगिट्टुंड ये माउस ज्यादा वर्क लोड पड़ने पर अपनी जगह से दौड़ कर चला जाता है। तो इस माउस को सैमसंग ने बनाया है और ये माउस उनके लिए बनाया गया जो घंटों तक गेमिंग या ऑफिस का वर्क करते रहते हैं, जो कि हमारी हेल्थ के लिए अच्छा नहीं है। तो इसी के सॉल्यूशन के लिए सैमसंग ने ये माउस बनाया है। इस माउस में एक टाइमर होता है जिसके पूरे होते ही ये माउस आपके पास से चला जाएगा, जिससे आप कुछ देर के लिए ब्रेक ले सकते हो और थोड़ी देर के बाद ये माउस वापस आपके पास आ जाएगा। वैसे इस माउस का डिजाइन काफी ज्यादा यूनिक है एंड इसमें बहुत सारे एडवांस फीचर्स भी दिए गए हैं। गाइस फिलहाल के लिए तो अभी ये एक कॉन्सेप्ट माउस है। तो आपका इस माउस के बारे में क्या कहना है? लेट मी know in the comment section and follow me for more AI and tech content. ये माउस അളിയാ എനിക്കെങ്ങും വേണ്ട. നല്ല കീടിലൻ മൗസ് ഉണ്ട് എന്റെ. കീടിലൻ ഇത് കണ്ടോ? ഇതിന്റെ അത്ര വരുമോ? പൊക്കി കാണിക്കണ്ട. ഓ ഇത് മറ്റേ മൗസ് അളിയാ. സെക്സി ആനാനോ I am the king of the skies. Really? 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 Release the eagle. Release the what? എന്തുവാ? അതാണ് കറക്റ്റ്. അങ്ങനെ വിളിക്കുന്നത്. തൃശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയ സ്കൂൾ കുട്ടികൾ അടിമാലിയിൽ ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ വീട് വലിക്കാൻ തോന്നി. ഒഴിഞ്ഞയിടം തപ്പിയെത്തിയത് അടിമാലി എക്സൈസ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ഓഫീസിൽ. ലഹരിക്കടത്ത് കേസിൽ പിടിച്ചിട്ട വാഹനങ്ങൾ കണ്ടപ്പോൾ വർക്ക്ഷോപ്പാണെന്ന് തെറ്റിദ്ധരിച്ചു. സത്യം ഇത് കണ്ട ഒരു വർക്ക്ഷോപ്പാന്നല്ലേ പറയുള്ളൂ. കെട്ടിടത്തിന്റെ പിന്നിലൂടെ ഓഫീസിൽ കയറിയ കുട്ടികൾ തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ച ശേഷമാണ് ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ? ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥരെ കാണുന്നത്. ഇതോടെ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടി പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് 5 ഗ്രാം കഞ്ചാവും 1 ഗ്രാം ഹാഷിഷ് ഓയിലും. ഈ ബുദ്ധിയില്ലാത്തവരൊക്കെ പിടിക്കണം. കക്ക അറിയില്ല, നിക്കറിയത്തില്ല, കക്ക നിക്കരുത്. ഇവരൊക്കെ ഇവർക്ക് ബുദ്ധി ഇല്ലടോ ഇവരൊക്കെ. വലിച്ചിട്ട് പോയി കാണും, മനസ്സിലായ? വലിച്ചിട്ട് പോയി കാണും. കഞ്ചാവ് വലിക്കുന്നതിനുള്ള പേപ്പറും ബീഡികളും കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്നു. 17 വയസ്സ് മാത്രമുള്ള കുട്ടികൾക്കെതിരെ കേസെടുത്തെങ്കിലും ജാമ്യം നൽകി. 17 വയസ്സാ? 17 അടിച്ച് ഇവനെയൊക്കെ ഉണ്ടല്ലോ അങ്ങ് തിരിച്ചു കേട്ടി. 17 വയസ്സ് കഞ്ചാവ് വലിക്കാൻ പന്ന കഴിവറാ മോനെ. രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയായിരുന്നു. രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുമായിരുന്നെന്ന്. എടാ നാണം ഉണ്ടോടാ? നിന്റെയൊക്കെ അച്ഛനും അമ്മ പോലീസുകാരുടെ മുമ്പിൽ വന്ന് കുനിഞ്ഞു നിന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവര് തലയും കുനിച്ച് അവര് നിക്കേണ്ട വന്ന അവസ്ഥ നീക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്ര ആലോചിച്ചാൽ മതി. ഈ വയസ്സിലൊന്നും ഈ പ്രായത്തിലോ കഴപ്പൊന്നും മറ്റേ വല്ല സിഗരറ്റ് അടിച്ച് വെള്ളം അടിച്ച് പിടിച്ചു എന്നൊക്കെ പറഞ്ഞതല്ലോ കഞ്ചാവ് അടിച്ചു കേട്ടൊന്നും ഇതാക്കണേ. അവരുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിക്കുക. ചില്ലറ കഴപ്പൊന്നുമല്ല, പാട്ടിക്കഴിവറികളൊക്കെ. അവനെ പിടിച്ച് അവിടെ കെട്ടിയിടണമായിരുന്നു അവനെ. അതൊക്കെ ഡിസേർവ്ഡ് ആണ്. അതൊക്കെ വെൽ ഡിസേർവ്ഡ് ആണ് അതൊക്കെ. അണ്ണാ സിമ്പിൾ ഡ്രോയിങ്. ഓക്കെ, ഹി ഈസ് ദ റിയൽ ആർട്ട്. ചെയ്ത കണ്ടളിയാ. നമ്മൾ 10 ദിവസം ഇരുന്ന് ഇങ്ങനെ വരച്ചാ വരുമോ ഇതുപോലെ? ഉറപ്പായിട്ട് കുനിഞ്ഞു വരച്ചാൽ വരില്ലല്ലേ? എന്താടാ
അണ്ടർറേറ്റഡ് ആർട്ടിസ്റ്റ് ഫ്രം തമിഴ്നാട് SVDP സോങ് BLVK. ഇതെന്താ സംഭവം? മനസ്സിലായില്ല. ഇജാദി സിംഗ്. ഈ സായിബാബിയുടെ ഫുൾ അല്ലേ അവൻ സായിബാബി പറഞ്ഞേ കുണ്ടച്ചി എവറിത്തിങ് ഗോൺ ഓൾ റൈറ്റ് ബ്രോ. സ്റ്റിൽ ലൈഫ് ആകുമ്പോ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. നിനക്ക് ഇത്ര നാളിപ്പോ ഒരു ലൈക്ക് നിനക്ക് നീ ആയിട്ട് കയറി ഒന്നും എല്ലാം സെറ്റായി. ഇപ്പൊ കുറച്ചുകൾ ചിലപ്പോ എന്തെങ്കിലും ഡൗൺ ഉണ്ടാവും. എല്ലാം ശരിയാവും, ഉടനെ തന്നെ സെറ്റ് ആവും. ചില്ലായിട്ടിരിക്കും. നമുക്ക് ജീവിതം പരിപൂർണമായി ആഘോഷിക്കും. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കും, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കും, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കും. ഇപ്പൊ പറഞ്ഞോളൂ നമ്മള് കറക്റ്റ് സമയത്ത് ലാലേട്ടൻ വന്നു അല്ലേ. സന്തോഷങ്ങൾ ആഘോഷിക്കൂ, വിഷമങ്ങൾ ആഘോഷിക്കൂ, എല്ലാം ആഘോഷിക്കൂ. അത്രേ ഉള്ളൂ. വിളിച്ച് സംസാരിക്കും. ഞാൻ വിളിച്ചായിരുന്നു ബ്രോ, അവൻ എടുത്തില്ല. ഇന്നലെ ഞാൻ വിളിച്ചായിരുന്നു. മേ ബി ചിലപ്പോ മൈൻഡ് ഫക്ക് ആയിട്ട് ഇരിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഏതാ ടൈമിങ്? സത്യമല്ലേ? ഇത് സായിപ്പ തന്നെ തെളിവ് പറ. തെളിവ് നിനക്ക് തന്നെ ഉള്ള സായിപ്പ. ഇത് സായിപ്പ തെളിവ് നിനക്ക് തന്നെ ഉള്ള. എനിക്ക് 20 കേടിയില്ല സായിപ്പ്. അത്ര വേറെ ഒരുത്തന് 20 കേടിയില്ല. ഏത് അങ്ങ് സുഖിച്ച അതൊക്കെ സുഖിച്ച അല്ലെങ്കിൽ ഇപ്പൊ വിളിച്ച ഞാനാ 20 കേടി അയടച്ചിട്ട്. അണ്ണാ നോട്ട് ചെയ്ത് വെച്ച ഫ്യൂച്ചറിൽ യൂസ് ആകും. ഈ 3 ബിയേർഡ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുക. ഈ 3 ബിയേർഡ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുക. ഈ 3 ബിയേർഡ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുക. ഈ 3 ബിയേർഡ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുക. ഈ 3 ബിയേർഡ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുക. സൈക്കിൾ പോകുമ്പോൾ സൈക്കിളിന്റെ കൂടെ സൈക്കിൾ സ്റ്റാൻഡും പോകും. ബൈക്ക് പോകുമ്പോൾ ബൈക്കിന്റെ കൂടെ ബൈക്ക് സ്റ്റാൻഡും പോകും. പക്ഷെ ബസ് പോകുമ്പോൾ ബസ് സ്റ്റാൻഡ് അവിടെ തന്നെ കാണും. രഘുലേ ഞാൻ ചിരിച്ചാളേ. എന്തൊക്കെ ചന്തു എനിക്ക് എന്തോ പറ്റിയ ഒരു അവിഞ്ഞ കോമഡി അടിച്ചോ. സൂപ്പർ കോമഡി ആയിരുന്നു. Why are you sitting down? Furniture ada mayre. Furniture ada mayre. Furniture ada mayre. ഒരു കോള് വരുന്നു എനിക്ക്. അറബിന്റെ അടുത്തുനിന്ന് അതല്ല, നിന്റെ അച്ഛൻ വിളിച്ചിട്ടേ മറ്റേ കഴിവറാമ വീസിലിരിപ്പുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. അത് പറയാൻ വേണ്ടിട്ട് നിന്റെ അച്ഛൻ വിളിച്ചായിരുന്നു പെട്ടെന്ന്. നീ അങ്ങോട്ട് ചെല്ലാം, നീ ഇങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാം. പുള്ളി വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അടുത്തൊക്കെയാണ്, മനസ്സിലായ?
It's a nasty blow. And all the other England bowlers. എടാ വാ, ഈ മുടി നോക്കടാ എന്റെ അമ്മോ. ഞാനത് എനിക്കത് എന്താ പറയാ, ഇത് രണ്ടാമത് ധോണി മുടി വളർത്തിയിട്ട് എനിക്ക് ഈ ഫീല് കിട്ടിയിട്ടില്ല. ഇത് കൊണ്ടാ ആ ഹെൽമെറ്റ് അകത്തോടെ ഇങ്ങനെ വെളിയിലോട്ട് നിൽക്കണേ എന്റെ അമ്മോ. അതൊരു വേറെ ലുക്കായിരുന്നു അത്. Lara has taken his eye off the ball a bit, trusting the bounce, and that has hit him. രാഹുൽ ദ്രാവിഡയുടെ വൻമതിലായിരുന്നു, വൻമതിൽ. ഒരു സൈഡിലങ്ങ് നിന്നോളുമായിരുന്നു. എനിക്ക് രാഹുൽ ദ്രാവിഡ് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഒരു ടെസ്റ്റ് പ്ലെയറിനെ തോന്നിയിട്ടുള്ളത് പുജാരയാ. ഇവർ രണ്ടുപേരും അല്ലാതെ എനിക്ക് എന്നുവെച്ചാൽ ഒരു സൈഡിൽ നിന്നോളൂ, ഒരിടത്തങ്ങ് നിന്നോളൂ, ഒരു പ്രശ്നവും ഇല്ല. ഒരു ദിവസം 1000 ഓവർ വേണേലും അങ്ങ് കളിക്കും. അതാണ് പുള്ളിയുടെ ലക്ഷ്മൺ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞു, VVS ലക്ഷ്മണിന്റെ കാര്യം പറഞ്ഞല്ല. രാഹുൽ ദ്രാവിഡ് ഇവരുടെയൊക്കെ ടൈം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ അങ്ങനെ ഡിഫെൻസീവ് ആയിട്ട് ഏറ്റവും കിടിലുമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ എനിക്ക് തോന്നിയത് പുജാര മാത്രമാണ്. വേറെ ആരും എനിക്ക് തോന്നിയിട്ടില്ല. അണ്ണാ സുമതി അമ്മ വിഷയം സാധനം കേട്ടാ. ഇത് മറ്റേ ബ്രോ, ഞാനൊരു കാര്യം ക്ലിയർ കട്ടായിട്ട് പറയാണ്. വേറെ കുണ്ണുകളുടെ ഒന്നും വീഡിയോ ഒന്നും പറഞ്ഞ് പേരൊന്നും ഇവിടെ കൊണ്ടൊന്നും മെൻഷൻ ചെയ്ത് ഇടരുത്. ഇവർക്ക് എല്ലാവർക്കും ഒരു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ഇതെനിക്ക് പറയണമെന്ന് തോന്നിയതാണ്, ഞാനപ്പോൾ പറയാതിരുന്നതാ. ഈ ഇഷ്യൂ എല്ലാം കഴിഞ്ഞ് എല്ലാം ഒതുക്കി ഇതാക്കി വെച്ചിട്ട് പോലും എൻ്റെ അച്ഛൻ്റെ പേരെടുത്തിട്ട് പല കാര്യങ്ങളിലും ക്യാരക്ടറിന്റെ നെയിം ഇടുക, പട്ടിയുടെ പേരിടുക, ഇതിടുക. പട്ടിയുടെ പേര് എൻ്റെ അച്ഛൻ്റെ പേരാക്കിയിട്ട് വീഡിയോ പ്രസന്റ് ചെയ്യുക. ഇതൊക്കെയാണ്. ഇതിന് നമ്മൾ റിപ്ലൈ പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് പൊട്ടും. ഇതാണിപ്പോ ചെയ്തോണ്ടിരിക്കണേ കുറെ ദിവസമായിട്ട്. ഞാനിത് വേണ്ടാന്ന് വീണ്ടും വെക്കുക. ഞാൻ ഇഗ്നോർ ചെയ്ത് വിടുക. ഇതിന് നമ്മൾ എപ്പോഴേലും റിയാക്ട് ചെയ്ത് തുടങ്ങിയാൽ പറയും കഞ്ഞി മുട്ടിച്ച് അണ്ടി മുട്ടിച്ചെന്ന് പറഞ്ഞ് വീണ്ടും വരും. എനിക്കിത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇഗ്നോർ ചെയ്ത് വിടണേ. പ്ലീസ് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളും കൂടെ അത് ചെയ്യരുത്. ഈ ഡിസ്കോഡിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടിടരുത് പ്ലീസ്. എനിക്കത് കേൾക്കുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതാ, വീണ്ടും ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക. പിന്നെ Not doing anything. I am holding B. ഓ മറ്റേ ഈ വ്യൂ കളിയാ. സിനിമാറ്റിക്. സിനിമാറ്റിക് വ്യൂ. Oh, now it does it. That's not really fast travel. അള്ളേടെ കടിച്ച് വറച്ച എന്താ സംഭവം? വി പ്രസ് ചെയ്ത് പോയി കൊണ്ടിരുന്നപ്പോ വട്ടി കടിച്ച്. ചാവൂലേ വെടിവെച്ച? എങ്ങനെയാണ്? Oh yeah, you got me fucking killed. ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. വി അടിച്ചു പോയാലും അറ്റാക്ക് ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളതായിരിക്കുമോ? ബ്രോ ഏജ് അയ്യോ അതെനിക്കറിയാം. പുള്ളിയുടെ വേറെ കുറെ ക്ലിപ്സ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് നേരത്തെ ലൈവിലും പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ അതെനിക്കറിയാം, അധികം കളിക്കാറുണ്ട്. പുള്ളി വേറെ ഗെയിംസ് കളിക്കാറുണ്ട്. പുള്ളി ഭ്രാന്തനാണ് കുറച്ച്. വേലയെല്ലാം കളിക്കാറുണ്ട്.
അണ്ണ ഞങ്ങളുടെ ഡാൻസ് ആണ്, എങ്ങനെയുണ്ട്? ഇതൊക്കെ കോളേജ് പരിപാടിയുടെ സ്റ്റേജ് ആണല്ലേ ഇപ്പൊ ഇങ്ങനൊക്കെ. എല്ലാം മാറിയ നമ്മുടെയൊക്കെ സമയത്ത് ഒരു ഫ്ലെക്സും കോളേജ് പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ ഫെസ്റ്റ് ഒന്നും ഇല്ല, മറ്റേ ജസ്റ്റ് ഒരു ടാർപ്പ് വലിച്ചു കിട്ടും, ഒരു ഫ്ലെക്സ്, 2 സ്പീക്കർ സിസ്റ്റം. നിങ്ങളൊക്കെ കൊള്ളാം കൊള്ളാം കൊള്ളാം. സന്തോഷം. സത്യം സത്യം നമ്മളെ വയസ്സായി എന്ത് ചെയ്യാൻ പറ്റും. കൽപ്പന പോർ പെരുമ്പറ മുഴങ്ങട്ടെങ്ങും. ഇത് എബിൻ ബാബിന്റെ വണ്ടിയുടെ മറ്റേ ഇതല്ലായിരുന്നോ? ഞാൻ ഈ ആദ്യമായിട്ട് ഈ ഹോൺ കേൾക്കണത് പുള്ളിയുടെ വണ്ടിയില്ല. സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. ഇത് വേറെ ഏതെങ്കിലും വണ്ടിയിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതിനകത്ത് കണ്ടിട്ടുള്ള വാപ്സിന്റെ വണ്ടിയില്. എബിൻ ബാബ്സിനെ അറിയോടാ? ഇല്ല. ബ്രിസയാ? നിസാണെന്ന്. നിസോണ? ഇല്ല സോണി. സോണിയാ? അളിയോ 4 സൈലൻസർ അളിയാ. സോണിയാ? He's my friend. Here is his Instagram photo. पूछे ये तो कि तुझमें मैं क्या देखता हूँ, जब चारों तरफ आज कितने ही सारे नजारे हैं, जाने न तो खुद को यू ना जाने क्यों नजरों से मेरे यहाँ देखो न खुद. എന്തികളെ സോമൻസ് ഇവൻ തന്നെയാണ് RDRന്റെ വീഡിയോ ഇവിടെ കൊണ്ടിട്ടത്. ഓക്കെ സൂപ്പർ അല്ലേ. നമുക്ക് ഒരെണ്ണോടെ കണ്ടിട്ട് നേരെ പോവാം. I'm sure some of your audience will be video gamers. I'm a huge video gamer myself. Did you know, Ranveer, in Ukraine, who are the most effective drone operators for the Ukrainian armed forces? Same guys who play Call of Duty. They're best video gamers. Same skill set. And by the way, this isn't a hypothetical. There's full-on media reports about gamers sitting in little bunkers, taking out drone mission after drone mission after drone mission, taking out actual targets. ചുമ്മാണോ ഗെയിമേഴ്സ് എന്ന് പറഞ്ഞ IQ ബ്രോ, ഫാസ്റ്റിംഗ്. എടാ അതെന്ന് പറഞ്ഞാൽ PC ഓൺ ആക്കിയിട്ട് വാലറന്റ് മാത്രം കളിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടല്ല പറയണേ. ബാക്കി ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു ബേസിക് വിവരം, ബോധം, എല്ലാത്തിനെ പറ്റിയുള്ള ഒരു ഇത് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല. അല്ലാതെ ഇവിടെ ഈ വിൻഡോസ് ബട്ടണിൽ നിൽക്കുന്നു, ഷട്ട് ഡൗൺ ചെയ്യുന്നു, ക്രോം ഓപ്പൺ ചെയ്യുന്നു, തുണ്ട് സെർച്ച് ചെയ്യുന്നു, കാണുന്നു, അണയ്ക്കുന്നു, എന്നിട്ട് വാലോറന്റ് ഓപ്പൺ ചെയ്യുന്നു, കളിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. അവരെ പറ്റിയല്ല പറയുന്നത്. അവരെ പറ്റിയല്ല പറയുന്നത്. Me living peacefully without any worry. That one homie. എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ. എടി ഇത് കണ്ണാണോ അത് മുന്തിരിയാണോ പറിച്ച് തിന്നാൻ തോന്നടി. നിന്റെ കവിളിൽ ഞാനൊരു കടി കടിച്ചോട്ടെ. നിന്റെ ചുണ്ടിന് ഭയങ്കര മധുരമായിരിക്കും അല്ലേടി. നിന്നെ ഞാൻ കടിച്ചങ്ങ് തിന്നട്ടെ. ഫുഡ് കഴിക്കൂലേ? തുടക്കി ഇത്രയും ടേസ്റ്റ് ആണെങ്കിൽ കണ്ണിനും ചുണ്ടിനൊക്കെ എന്തോരം ടേസ്റ്റ് ആയിരിക്കും. സൈക്കോ അളിയാ. What the fuck? അളിയാ സൈക്കോ.
ഞാനിപ്പോ എന്തിന് കണ്ടത് ഞാനിപ്പോ അളിയാ ആ പെണ്ണിന് അവൻ എന്ത് പറഞ്ഞ് വിളിച്ചു കാണും. സത്യമല്ലേ? ആ പെണ്ണ് വെയിറ്റ് ചെയ്തിരുന്നതാണ്, പിന്നീട് കത്തി വെച്ച് വെട്ടി. ഇവിടെ നോക്ക് ബ്രോ ആടെന്നോ? ആ പരസ്യമൊന്നുമില്ല ഇവിടെ. ഇവിടെ പരസ്യമൊന്നുമില്ല. പരസ്യോ? സംഭവം ഇല്ലല്ലോ ഇവിടെ. ഇവൻ എനിക്ക് ഗിഫ്റ്റ് തന്നില്ല കേട്ടാ. പോയി ഗിഫ്റ്റ് ഒന്നും തന്നില്ല അവൻ. ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു പൊട്ടൻ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു പൊട്ടൻ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. പാവോളെ, അയ്യോ നമ്മള് കണ്ടതല്ല. ഇവരുടെ കളി എന്തായി? എമംഗസ് കളിക്കാം. ഓക്കെ, ചിത്രം നോക്കിയ പോരെ? ഇന്ന് കൊറേ ഒത്തിരി റീൽസ് ആ വന്നേ. നമ്മള് കുറച്ച് ദിവസം ഒരു സിറ്റുവേഷൻസ് ഒന്നും ചെയ്തോണ്ട് എല്ലാം റീൽസ്. ഫോണിലെടുത്ത നീ ഫോണിലാണോ കളിക്കുന്നത് എമംഗസ്? അതിൽ വാങ്ങിക്കാൻ പറ്റില്ല എനിക്ക്. ഓക്കെ കുറച്ചു നേരം നമുക്ക് എമംഗസ് കളിക്കാം. ശരി.